അപ്പോൾ ജോബി, നമുക്ക് ആദ്യം എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ ജോബി ഇപ്പോൾ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. എന്നിട്ട് ഒരു സമയത്ത് ആ കാറിന്റെ സ്പീഡോമീറ്ററിലേക്ക് നോക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ ആ സ്പീഡോമീറ്ററിൽ കാണുന്ന വാല്യൂ ആണ് ആ നോക്കിയ സമയത്തിലത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇത്രയേ ഉള്ളൂ കാര്യം. Instantaneous velocity is equal to speedometer value at the instant. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ജോബി ഇപ്പോൾ മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് ഇപ്പോൾ വെളിയിൽ കറങ്ങാൻ പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കറങ്ങാൻ പോയപ്പോൾ വഴിയിൽ വെച്ചിട്ട് എവിടെയോ ജോബിയുടെ ഒരു അമ്മാവനെ ക്രോസ് ചെയ്തു എന്ന് വയ്ക്കുക. അപ്പോൾ ജോബിയുടെ അമ്മാവൻ വീട്ടിൽ വന്ന് പറയണം, എൻ്റെ മകനെ ഞാൻ ടൗണിൽ കണ്ടു കേട്ടോ, എന്ത് സ്പീഡിലാണ് പോകണം അച്ചക്കൻ, ഇങ്ങനെ പോയാലുണ്ടല്ലോ അവൻ അധികാരം പോവില്ല. അപ്പോൾ ജോബി മോട്ടോർ സൈക്കിളിൽ ആ അമ്മാവനെ ക്രോസ് ചെയ്തപ്പോൾ ജോബിയുടെ മോട്ടോർ സൈക്കിളിലത്തെ സ്പീഡോമീറ്ററിൽ എന്തായിരുന്നു വാല്യൂ, അതാണ് ആ സമയത്തിലത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അല്ലെങ്കിൽ ആ ഇൻസ്റ്റന്റിലത്തെ വെലോസിറ്റി. എൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ സ്പീഡോമീറ്റർ കേടുവന്നിരിക്കുകയാണ്. അത് നന്നായി. ഓക്കെ, ശരി. എന്തായാലും കാര്യം ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ വാല്യൂ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇതെങ്ങനെ നമുക്ക് ഗ്രാഫ് എന്ന് മനസ്സിലാക്കാമെന്ന് നോക്കാം. അതായത് ഒരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ആവറേജ് വെലോസിറ്റിന്റെ ഗ്രാഫിനെ പറ്റി സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ കേർവ് ഓഫ് എ സ്ലോപ്പ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, അതായത് ഒരു y വേഴ്സസ് x ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ അതിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ ഒരു കേർവ് ആണെങ്കിൽ ആ കേർവിന് ഓരോ പോയിന്റിലും ഓരോ സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ടാൻജന്റ് ലൈൻ വരച്ചിട്ട് ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ് ആ കേർവിന്റെ ആ പോയിന്റിലത്തെ സ്ലോപ്പ്. ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ y വേഴ്സസ് ഗ്രാഫിന് പകരം എക്സ് വേഴ്സസ് ടി ഗ്രാഫാണ്. പക്ഷെ അവിടെ പറഞ്ഞതൊക്കെ ഇവിടെയും അതൊക്കെ ബാധകമാണ്. അപ്പോൾ ഇവിടെ ഈ എക്സ് വേഴ്സസ് ടി ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. പക്ഷെ അവിടെ പറഞ്ഞ മാതിരി ഇവിടെ ഓരോ പോയിന്റിലും നമുക്ക് സ്ലോപ്പിനെ പറ്റി സംസാരിക്കാം. അതായത് ഇവിടുത്തെ സ്ലോപ്പ് ആയിരിക്കില്ല ഇവിടുത്തെ സ്ലോപ്പ്, ഇവിടുത്തെ സ്ലോപ്പ് ആയിരിക്കില്ല ഇവിടുത്തെ സ്ലോപ്പ്, അങ്ങനെ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ അർത്ഥം നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ വളർച്ച എന്നാണ്. ഇവിടെ എന്താണ് വളരണത്, ഇവിടെ എക്സ് ആണ് വളരുന്നത്. ടി പോകും തോറും എക്സ് വളരുന്നുണ്ട്. അപ്പോൾ ദ റേറ്റ് അറ്റ് വിച്ച് എക്സ് ഇസ് ഗ്രോയിങ്, അതാണ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിലത്തെ സ്ലോപ്പ് അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിപ്പോൾ ഇവിടുത്തെ ഞാനേ ആദ്യം ടാൻജന്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് പോയിന്റ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കില്ല, ഞാൻ ടാൻജന്റ് ലൈൻ വരയ്ക്കണ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കട്ടെ. ഓക്കെ, ഈ ടാൻജന്റ് ലൈൻ വന്നിട്ട് ഈ എക്സ് വേഴ്സസ് ടി ഗ്രാഫിന്റെ ഈ പോയിന്റിലത്തെ സ്ലോപ്പാണ്. ഇവിടെ എക്സ് വേഴ്സസ് ടി ഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പിന്റെ ഫിസിക്കൽ മീനിങ് വെലോസിറ്റി എന്നാണ്. അപ്പോൾ ഈ ടാൻജന്റിന്റെ സ്ലോപ്പാണ് ഈ പോയിന്റിലത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അതായത് ഈ പോയിന്റിലത്തെ സ്പീഡോമീറ്റർ വാല്യൂ. ഇതാണ് ഗ്രാഫിക്കൽ മീനിങ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ശരി, ഇനി നമുക്ക് അനലിറ്റിക്കലായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു പോയിന്റിലത്തെ ഒരു ടൈമിലത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാമെന്ന് നോക്കാം അനലിറ്റിക്കലായിട്ട്. ഓക്കെ, നമുക്ക് ഈ പോയിന്റ് എടുക്കാം, ടി ഈക്വൽ ടു 1. ടി ഈക്വൽ ടു 1-ത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എങ്ങനെയാണ് അനലിറ്റിക്കലായിട്ട് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈമിൽ നിന്ന് ഒരു ചെറിയൊരു ടൈം ഇന്റർവൽ ഡെൽറ്റ ടി എടുക്കും. എന്നിട്ട് ആ ഡെൽറ്റ ടിയിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഡെൽറ്റ ടി ചെറുതാണെങ്കിൽ ഈ ഡെൽറ്റ ടിയിലത്തെ ആവറേജ് വെലോസിറ്റി ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിൽ നിന്ന്
വലുതായിട്ട് മാറിയിട്ടുണ്ടാവില്ല അല്ലേ, കാരണം വെലോസിറ്റി മാറാനും സമയമെടുക്കും അല്ലേ, വെലോസിറ്റി മാറാനും സമയമെടുക്കും. അപ്പോൾ ഈ ഡെൽറ്റ ടി കുറവാണെങ്കിൽ, ചെറുതാണെങ്കിൽ, ഈ ഡെൽറ്റ ടിയിലുള്ള ആവറേജ് വെലോസിറ്റി ഈ പോയിന്റിലത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്റെ ഒരു നല്ല അപ്രോക്സിമേഷൻ ആയിരിക്കും. ഇനി അതിനെക്കാട്ടിലും നല്ല അപ്രോക്സിമേഷൻ വേണമെങ്കിലോ ഈ ഡെൽറ്റ ടീനെ കുറച്ചും കൂടി ചെറുതാക്കണം. പിന്നെയും നല്ല അപ്രോക്സിമേഷൻ വേണമെങ്കിലോ പിന്നെയും ഡെൽറ്റ ടീനെ ചെറുതാക്കണം. കാരണം നമ്മൾ ഡെൽറ്റ ടി ചെറുതാക്കും തോറും വെലോസിറ്റി മാറാനുള്ള സമയം നമ്മൾ ലിമിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ വെലോസിറ്റി മാറാനുള്ള സമയം ലിമിറ്റ് ചെയ്ത് വരുമ്പോൾ ആ ആവറേജ് വെലോസിറ്റി ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്ന് തീരെ മാറാതെ വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു ടൈമിലത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ എങ്ങനെ എഴുതുക അറിയോ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി is equal to limit delta t going to 0 of delta x by delta t. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ അതിനെ മാത്തമാറ്റിക്കലായിട്ട് എഴുതിയിരിക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ ഇവിടെ ഒരു ഡെൽറ്റ ടി ഇൻ്റർവെല്ലിൽ ചൂസ് ചെയ്യുന്നു, അവിടുത്തെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു, അതാണ് ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. എന്നിട്ട് നമ്മൾ ഈ ഡെൽറ്റ ടീനെ ചെറുതാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ ഡെൽറ്റ ടീനെ സീറോയിലേക്ക് കൊണ്ടുപോകണം. അതായത് ഈ ഡെൽറ്റ ടീനെ വളരെ 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 ചെറുതാക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ ചെറുതാക്കുമ്പോൾ ഈ ആവറേജ് വെലോസിറ്റി ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിൽ നിന്ന് തീരെ മാറില്ല. ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിട്ട് അത് എത്തിച്ചേരും. അതാണ് ഇതിന്റെ അർത്ഥം. സി ഡെൽറ്റ ടി ഗോയിങ് ടു സീറോ പറഞ്ഞാൽ ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ അല്ല. ഡെൽറ്റ ടി സീറോ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഡെൽറ്റ ടി സീറോയിലുള്ള ആവറേജ് വെലോസിറ്റിയിൽ അങ്ങനെ പറയണതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഡെൽറ്റ ടി സീറോ എടുത്താൽ പാർട്ടിക്കിൾ എവിടെയും പോകണില്ല എന്നല്ല അർത്ഥം. അപ്പം പാർട്ടിക്കിൾ എവിടെയും പോകണില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ വെലോസിറ്റിനെ പറ്റി പറയാൻ പറ്റുക? അപ്പോൾ ഡെൽറ്റ ടി സീറോ എടുക്കാൻ പാടില്ല. ഡെൽറ്റ ടീനെ സീറോന്ന് എടുക്കാൻ പാടില്ല. വളരെ 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 ചെറുതാക്കണം. എന്നിട്ട് അങ്ങനെ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഒരു വാല്യൂയിലേക്ക് പോണ മാതിരി കാണും. അതായത് ഈ വാല്യൂസ്, ഈ റേഷ്യോ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഡെൽറ്റ ടി ചെറുതാക്കും തോറും ഈ റേഷ്യോ ഇങ്ങനെ ഒരു വാല്യൂയിലേക്ക് എത്തിച്ചേരണത് കാണും. ആ വാല്യൂ ആണ് അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഇപ്പൊ തൽക്കാലം ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സി ഇതൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ പുതിയ കോൺസെപ്റ്റ് എപ്പോഴും ഒരു പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിനെ അങ്ങനത്തെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണണം. നമ്മളെപ്പോഴും പുതിയ കോൺസെപ്റ്റ് നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യും. നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴേ അതൊരു പഴയ കോൺസെപ്റ്റായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ അത് കമ്പാരിസൺ ശരിയാവില്ല, കാരണം ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ ഡെൽറ്റ ടി ഗോയിങ് ടു സീറോ എന്നതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് ഫെമിലിയാരിറ്റി വരണം, കുറച്ച് പഴകണം. കാരണം ഇത് ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ എന്ന് എടുക്കാൻ പാടില്ല. അത് ഞാൻ പിന്നെയും പറയുന്നത്. ഡെൽറ്റ ടി ഈക്വൽ സീറോ എന്ന് എടുത്താൽ ഈ ആവറേജ് വെലോസിറ്റിക്ക് ഒരു അർത്ഥമില്ല. കാരണം ഒരു സീറോ ടൈം ഇന്റർവെല്ലിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. കാരണം പാർട്ടികൾ എവിടെയും പോവില്ല. അപ്പോൾ പിന്നെന്ത് വെലോസിറ്റി, പിന്നെന്ത് ആവറേജ് വെലോസിറ്റി. അപ്പോൾ അതിൽ യാതൊരു അർത്ഥമില്ല. ഓക്കെ, അല്ല ജിതിൻ, അപ്പോൾ ഈ ലിമിറ്റ് എങ്ങനെ നമുക്ക് കിട്ടിയോന്നറിയാം? സി നമ്മൾ എങ്ങനെയാ അത് കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. പക്ഷെ നമുക്കിപ്പോൾ ഈ ആരോ ഇത് ചെയ്തിട്ട് ഇതിന്റെ ഈ ലിമിറ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെൽറ്റ ടി ഈക്വൽ ടു സേ 2 സെക്കൻഡ്സിൽ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി, അതായത് ഞാൻ ഇങ്ങനെ എഴുതട്ടോ, വി ആവറേജ് ഈസ് ഈക്വൽ ടു സേ 1. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ ഒരു റഫായിട്ട് എഴുതണം. 1.4 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെന്ന് വയ്ക്കുക. പിന്നെ ഡെൽറ്റ ടീനെ ചെറുതാക്കി വയ്ക്കുക. അപ്പോൾ 1 സെക്കൻഡ് ആക്കി വയ്ക്കുക. അപ്പോൾ ഇത് സേ 1.135 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെന്ന് വയ്ക്കുക. പിന്നെയും ചെറുതാക്കി വയ്ക്കുക. ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ ഈ വാല്യൂസ് ഇങ്ങനെ 1.105 വരികയാണെന്ന് വയ്ക്കുക. പിന്നെയും ചെറുതാക്കിയപ്പോൾ 1.086
പിന്നെ ചെറുതാക്കിയപ്പോൾ 1.003, പിന്നെ ചെറുതാക്കിയപ്പോൾ ഇങ്ങനെ ചെറുതാക്കിയപ്പോൾ 1.0007, പിന്നെയും ചെറുതാക്കിയപ്പോൾ 1.0002. ഇങ്ങനെയാണ് ഈ ഡെൽറ്റ ടിയും ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഓഫ് വി ആവറേജ് വെക്കുക. അപ്പം നമ്മളിതൊക്കെ നോക്കുമ്പോൾ ഈ വാല്യൂസ് ഒക്കെ 1ലേക്കാണല്ലോ എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലേ? ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണില്ലേ? 1.4, 1.13, 1.105, 1.08, 1.003, പിന്നെ 1.00002 അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ വാല്യൂ പോയിട്ട് 1 മീറ്റർ പെർ സെക്കൻഡിലാണല്ലോ എത്തിച്ചേരണത്. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് വന്നിട്ട് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഇവിടെ ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം ഇതാണ് കാര്യം. അല്ല, എപ്പോഴും ഇതേമാതിരി ലിമിറ്റ് ഉണ്ടാവുമോ ജിതിൻ? ഇതേമാതിരി നല്ല രീതിയിൽ ഉള്ള കേവ് ആണെങ്കിൽ, ഇതാണ് നല്ല രീതിയിലുള്ള കേവ് പറഞ്ഞാൽ അത് ഞാൻ പറയാം. ഇതേമാതിരി ഒരു നല്ല രീതിയിലുള്ള കേവ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതേമാതിരി ലിമിറ്റ് കിട്ടും. പക്ഷെ നല്ല രീതിയിലല്ല ഇങ്ങനത്തെ കേവ്, നല്ല രീതിയിൽ അല്ലാത്ത കേവിനെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അങ്ങനത്തെ കേവ്സിൽ നമുക്ക് ഇതേമാതിരി ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് എത്തിച്ചേരണത് നമ്മൾ കാണില്ല. നമ്മൾ എന്ത് കാണും അറിയോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെൽറ്റ ടി ഈക്വൽ ടു 2 സെക്കൻഡ്സിന് നമുക്ക് ചിലപ്പോൾ 1.5 കിട്ടിയെന്ന് വയ്ക്കാം. പിന്നെ ഇതിനെ ഡെൽറ്റ ടി ഈക്വൽ ടു 1 സെക്കൻഡ് ആയപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിനെ -1.3 കിട്ടും. പിന്നെ ഡെൽറ്റ ടീനെ 0.5 സെക്കൻഡ്സ് ചെയ്തപ്പോൾ നമുക്ക് പിന്നെയും 1.4 കിട്ടിയെന്ന് വയ്ക്കാം. പിന്നെ 0.2 സെക്കൻഡ്സ് ആയപ്പോൾ നമുക്ക് -1.2 കിട്ടിയെന്ന് വരും. അപ്പം ഇങ്ങനെ ഒരു പ്ലസും മൈനസും ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് ഈ വാല്യൂസ് ഒന്നും എത്തിച്ചേരില്ല. അപ്പോൾ നമ്മൾ പറയും ഇത് ശരിയല്ല, ഇവിടെ നമുക്ക് ലിമിറ്റ് ഇല്ല, അതുകൊണ്ട് ഈ ഒരു കേസിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇല്ല എന്ന് തന്നെ പറയും. ഓക്കെ, ഞാൻ ഇവിടെ ഗ്രാഫിക്കലായിട്ട് ഇതേമാതിരി ലിമിറ്റുള്ള കേസ് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഇത് നേരത്തെ കണ്ട കേസാണ്. ഞാൻ പറഞ്ഞല്ലോ ആവറേജ് വെലോസിറ്റിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി കോഡ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഈ കോഡിന്റെ സ്ലോപ്പാണ് ആവറേജ് വെലോസിറ്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഈ T2നെ ഞാൻ കുറച്ച് കൊണ്ടുവരാൻ പോകണം കേട്ടോ. അതായത് ഡെൽറ്റ ടി ഇന്റർവെലിനെ കുറച്ച് കൊണ്ടുവരണം. അപ്പൊ ഡെൽറ്റ ടി 5.8. അപ്പൊ ആ കോഡ് മാറണമെന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ കോഡ് ഇങ്ങനെ മാറിയിട്ട് ഡെൽറ്റ T3 2.9 കണ്ടോ? ആ T=1 അവിടെ വരുമ്പോൾ ആ കോഡ് വന്നിട്ട് അവിടുത്തെ ഒരു ടാൻജന്റ് ആയിട്ട് മാറിയില്ലേ? കണ്ടില്ലേ? അതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ലിമിറ്റ് ഉണ്ട് എന്നർത്ഥം. കാരണം ഈ കോഡ് വന്നിട്ട് കോഡ് ഇങ്ങനെ ചെറുതായി കൊണ്ടുവരുമ്പോൾ, അതായത് ഡെൽറ്റ ടി ചെറുതായി കൊണ്ടുവരുമ്പോൾ ആ കോഡ് വന്നിട്ട് ആ T=1 ടാൻജന്റ് ലൈനായിട്ട് മാറുകയാണ്. കണ്ടില്ലേ? ഇവിടെ ഈ കറുത്ത ലൈൻ, ഇവിടെ ചെറിയ കറുത്ത ലൈൻ ഈ പോയിന്റിലത്തെ ടാൻജന്റ് ലൈനായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഞാൻ പറഞ്ഞു ഇതൊരു നല്ല രീതിയിലുള്ള കേവാണ്. അപ്പൊ ഇങ്ങനത്തെ നല്ല രീതിയിലുള്ള കേവ്സിൽ എപ്പോഴും നമുക്ക് ഒരു ടാൻജന്റ് ലൈൻ ഉള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എപ്പോഴും ലിമിറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് എപ്പോഴും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ പറ്റി പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ല രീതിയിലുള്ള കേവ്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നു. ഞാൻ ഇവിടെ ഈ ഡെൽറ്റ ടി എടുത്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് സൈഡിലാണ് അല്ലേ? അതായത് എനിക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഞാൻ ആ ഡെൽറ്റ ടിയാണ് കുറച്ചുകൊണ്ട് വരുന്നത്. ഇനി അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിലത്തെ ആവറേജ് വെലോസിറ്റി എടുക്കുക. അതായത് ഈ ഡെൽറ്റ ടി റൈറ്റ് സൈഡിൽ എടുക്കുന്നതിന് പകരം ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡെൽറ്റ ടി എടുത്തിട്ട് ആ ഡെൽറ്റ ടിനെ കുറച്ചുകൊണ്ട് വരാം. അപ്പോഴും നമുക്കൊരു ലിമിറ്റ് കിട്ടും. ഇനി ലെഫ്റ്റ് സൈഡിലത്തെ ആവറേജ് വെലോസിറ്റി അല്ല, റൈറ്റ് സൈഡിലത്തെ ആവറേജ് വെലോസിറ്റി അല്ല, ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള, ഈ T=1 ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഡെൽറ്റ ടി എടുക്കുക. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഡെൽറ്റ ടി എടുക്കാം.
അതായത് ഈ ടി സിക്വൽ ടു 1 ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഡെൽറ്റ ടി എടുക്കുക. എന്നിട്ട് അതിനെ കുറച്ചുകൊണ്ട് വരാം. ലിമിറ്റ് ഉണ്ടെങ്കിൽ ഈ ഇതിലത്തെ ഏത് തരം ലിമിറ്റ് എടുത്താലും ഒരേ വാല്യൂ കിട്ടണം. എന്നാലേ നമ്മൾ ലിമിറ്റ് ഉണ്ട് എന്ന് പറയുള്ളൂ. അല്ലാതെ ഇപ്പോൾ റൈറ്റ് സൈഡിലത്തെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡെൽറ്റ ടി കുറച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ലിമിറ്റ് കിട്ടണു, ലെഫ്റ്റ് സൈഡിലത്തെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡെൽറ്റ ടി കുറച്ചുകൊണ്ട് വരുമ്പോൾ വേറൊരു വാല്യൂ കിട്ടണു, അങ്ങനെയൊക്കെ വന്നാൽ അതിന് ലിമിറ്റ് ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്നും ഇതേമാതിരിയുള്ള നല്ല രീതിയിലുള്ള കേർവിൽ സംഭവിക്കില്ല കേട്ടോ. റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിച്ചാലോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലിമിറ്റ് കണ്ടുപിടിച്ചാലോ അതോ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ സ്പാൻ ചെയ്യുന്ന ഡെൽറ്റ ടി എടുത്തിട്ട് അതിനെ കുറച്ചിട്ട് വന്നാലോ അതിനെ കുറച്ച് കൊണ്ടുവന്നാലോ എങ്ങനെ വന്നാലും ഒരേ വാല്യൂ കിട്ടുള്ളൂ ഇതേമാതിരി നല്ല രീതിയിലുള്ള കേർവ്. അപ്പോൾ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഈ കോഡ് വന്നിട്ട് ഇതിന്റെ ടാൻജന്റ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റിയെ പറ്റി പറയാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് ഒരു പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പാണ് അവിടുത്തെ ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു കേർവില് ഒരു പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആ പോയിന്റിൽ ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റിനെ പറ്റി സംസാരിക്കാം. അതിപ്പോൾ നമുക്ക് എല്ലാപ്പോഴും ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ലേ ജേസൺ? ഇല്ല ജോബി. ഓക്കെ, നമുക്ക് എല്ലാ കേർവിനും എല്ലാ പോയിന്റിലും ടാൻജന്റ് വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ഞാൻ തപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ പഴയ എക്സാമ്പിളാണ് നമ്മുടെ എക്സാമ്പിൾ ഇവിടെ കണ്ടോ. നമ്മുടെ ആ കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് മോഷൻസ് പറഞ്ഞ വീഡിയോയിൽ ചെയ്ത ആ ഗ്രാഫാണ് എക്സ് വെലോസിറ്റി ഗ്രാഫ്. ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് ഇതൊരു മൊനയാണ് അല്ലേ. ഇതൊരു മൊനയാണ്. ഈ മൊനയുടെ അവിടെ നമ്മൾ എങ്ങനെ ടാൻജന്റ് വരയ്ക്കും? മൊനയുടെ അവിടെ ടാൻജന്റ് വരയ്ക്കാനൊന്നും പറ്റുന്നില്ല. ഇതേമാതിരി ഇതിപ്പോൾ ഇതിവിടെ ഒരു മൊനയുണ്ടെന്ന് വെക്കാം. ആ മൊനയുടെ അവിടെ എങ്ങനെ ടാൻജന്റ് വരയ്ക്കുക? നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. അത് ഇങ്ങനെ ഒരു ടാൻജന്റ് വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം, പിന്നെ ഇങ്ങനെയും വരയ്ക്കാം അല്ലെ. അപ്പോൾ ഒരു യുണീക് ടാൻജന്റ് ഇല്ലേ ഈ മൊനയുടെ അവിടെ. അപ്പോൾ മൊനാസ് ആർ എ പ്രോബ്ലം. മൊനാസ് ആണ് തല്ലിപ്പൊളി. മൊനാസിന്റെ അവിടെ പ്രോബ്ലമാണ്. നമുക്ക് അവിടെ ഒരു ഇൻസ്റ്റന്റ് വെലോസിറ്റിയെ പറ്റി സംസാരിക്കാൻ പറ്റില്ല. ഈ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് സൈഡിലത്തെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡെൽറ്റ ടി കുറയ്ക്കുക, എന്നിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്താൽ ഇവിടെ അങ്ങനെ ചെയ്തായിട്ടുണ്ടല്ലോ നമുക്ക് രണ്ട് ലിമിറ്റ് കിട്ടും. റൈറ്റ് സൈഡിലത്തെ ലിമിറ്റും ഈ ലെഫ്റ്റ് സൈഡിലത്തെ ലിമിറ്റും വേറെ വേറെ ആയിരിക്കും. റൈറ്റ് സൈഡിലത്തെ ലിമിറ്റ് 0 ആയിട്ടും ലെഫ്റ്റ് സൈഡിലത്തെ ലിമിറ്റ് 5 meters per second കിട്ടും. അതായത് ഇവിടുന്ന് നമ്മൾ ഡെൽറ്റ ടി കുറച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 meters per second എന്നായിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഡെൽറ്റ ടി കുറച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5 meters per second എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഈ മൊനയിൽ ഒരു യുണീക്ക് ലിമിറ്റ് ഇല്ല. അപ്പൊ അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് നമ്മുടെ ഇവിടുത്തെ ഈ വി വേഴ്സസ് ടി ഗ്രാഫിൽ ഇവിടെ ഒരു പൊട്ടൽ വന്നിരിക്കുന്നത്. അത് കണ്ടു, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് മൊനാസ് ആൻഡ് പൊട്ടൽസ്. ഓക്കെ, ഇവിടുത്തെ മൊനയാണ് ഇവിടുത്തെ പൊട്ടൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം. ഓക്കെ, ഈ വി വേഴ്സസ് ടി, സി ദ പൊട്ടൽ ഇൻ ദ വി വേഴ്സസ് ടി ഗ്രാഫ് ഈസ് ദ റീസൺ ഫോർ ദ മൊന ഇൻ ദി എക്സ് വേഴ്സസ് ടി ഗ്രാഫ്. അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ ഈ മൊന എവിടേക്ക് ഉണ്ടോ അവിടെ ഒന്നും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ, അതായത് എക്സ് വേഴ്സസ് ടി ഗ്രാഫിൽ എവിടെയൊക്കെ ഒരു മൊനയുണ്ടോ അവിടെ ഒന്നും നമുക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന്റെ കോൺസിക്വൻസ് വി വേഴ്സസ് ടി ഗ്രാഫിൽ എന്താണെന്ന് പറഞ്ഞാൽ ആ വി വേഴ്സസ് ടി ഗ്രാഫിൽ ഇങ്ങനെ പൊട്ടലുണ്ടാവും. ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഉണ്ടോ, പെട്ടെന്നൊരു പൊട്ടലുണ്ട്. സി ഈ പോയിന്റിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ വേഴ്സസ് ടി ഗ്രാഫ്. കാരണം ഈ പോയിന്റിൽ, അതായത് t=3 ആണ് കേട്ടോ. ഈ പോയിന്റ് ഈ ടൈം t=3 ആണ്. അപ്പോൾ ഇവിടെ t=3 എന്താണ് വെലോസിറ്റി? ഇതാണോ അതോ ഇതിന്റെ അടിയിലേ ഉള്ള വാല്യൂ നമുക്കറിയില്ല അല്ലെ. ഇത് t=3 ആണ് കേട്ടോ. അപ്പൊ t=3 എന്താണത്? വെലോസിറ്റി 5 ആണോ അതോ 0 ആണോ? അതേമാതിരി ഇവിടെ t=6 വെലോസിറ്റി 0 ആണോ അതോ -3 ആണോ നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ ഈ പോയിന്റില്, അതായത് t=3 അതേമാതിരി t=6 നമുക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ല. ഈ മൊനയുടെ അവിടെ ഒന്നും ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ ഈ പ്രോബ്ലം ചെയ്തപ്പോ
ജോബി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കാറ് നിന്ന് തിരിയണ ഒരു ആർട്ടിഫിഷ്യൽ അല്ലേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതല്ല ആർട്ടിഫിഷ്യൽ, ഇവിടെ ഇതേമാതിരി പെട്ടെന്ന് വെലോസിറ്റി സീറോയിലേക്ക് വരുന്നതും പെട്ടെന്ന് വെലോസിറ്റി -3 മീറ്റേഴ്സിലേക്കും പോണതാണ് ആർട്ടിഫിഷ്യൽ. ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാണ്, ഇതാണ് ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻ. കാരണം ഒരു റിയലിസ്റ്റിക് സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിക്കില്ല. റിയലിസ്റ്റിക് സിറ്റുവേഷനിൽ എങ്ങനെ സംഭവിക്കും അറിയോ? ഇങ്ങനെ പെട്ടെന്ന് ആവുന്നതിന്, പെട്ടെന്ന് വെലോസിറ്റി വർദ്ധിക്കുന്നതിന് പകരം ഇതെങ്ങനെ വരുള്ളൂ. ശരിക്കും റിയലിസ്റ്റിക് ആണെങ്കിൽ ഞാൻ വരയ്ക്കാൻ നോക്കട്ടെ. ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ പോയി ഇങ്ങനെ മെല്ലെ സീറോയിലേക്ക് വന്ന് പിന്നെ മെല്ലെ ഇങ്ങനെ വന്ന് പിന്നെ മെല്ലെ വന്നിട്ട് ഇവിടുന്ന് മെല്ലെ തിരിച്ച് സീറോയിൽ വരും. ഇതാണ് റിയലിസ്റ്റിക് ഗ്രാഫ്. അപ്പം ഇങ്ങനെ റിയലിസ്റ്റിക് ഗ്രാഫ് ആകുമ്പോൾ മോനകളൊക്കെ പോയി കണ്ടോ, ഇവിടെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഇവിടുന്ന് മെല്ലെ സ്മൂത്തായിട്ട് റൈസ് ചെയ്തിട്ട് ഇവിടെ സ്മൂത്തായിട്ട് സീറോയിലേക്ക് വന്നിട്ട് പിന്നെ സ്മൂത്തായിട്ട് -3ലേക്ക് പോയിട്ട് പിന്നെ സ്മൂത്തായിട്ട് തിരിച്ചും സീറോയിലേക്ക് പോകണം. അപ്പോൾ ഇതേമാതിരി സ്മൂത്ത് കേവിൽ എവിടെയും മോനിയില്ല. അപ്പോൾ വെലോസിറ്റി ഗ്രാഫും അതുമാതിരി മാറും. അപ്പോൾ ഈ വെലോസിറ്റി ഗ്രാഫ് ഇങ്ങനെ വരും. ഇങ്ങനെ ഞാൻ വരയ്ക്കണമെന്ന് അത്ര ചന്തമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ പൊട്ടലും പോവും ഒക്കെ പോവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസിഡൻസ് വെലോസിറ്റിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി നമുക്കത് പഴയ പേജിലേക്ക് പോവാം. അപ്പോൾ ഇൻസ്റ്റന്റൻസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ വാല്യൂ. ഒരു ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റന്റനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ എക്സ് വെലോസിറ്റി ഗ്രാഫിൽ ആ പോയിന്റിലത്തെ ടാൻജന്റിന്റെ സ്ലോപ്പ്. പിന്നെ ഇൻസ്റ്റന്റൻസ് വാല്യൂവിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാണ്. ലിമിറ്റ് ΔT ഗോയിങ് ടു 0 ΔX/ΔT. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. ഇതിന്റെ അർത്ഥം നമ്മൾ ഈ ആവറേജ് വെലോസിറ്റിന്റെ റേഷ്യോ, അതായത് ആവറേജ് വെലോസിറ്റി ഒരു റേഷ്യോ ഉള്ളൂ, ആ റേഷ്യോന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. എപ്പോഴത്തെ ലിമിറ്റ്? ΔT സീറോയിലേക്ക് പോകുമ്പോൾ ഉള്ള ലിമിറ്റ്. ΔT ഒരിക്കലും 0 ആക്കില്ല, സീറോയിന്റെ വളരെ വളരെ അടുത്തേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഈ ΔX/ΔT ഏത് വാല്യൂയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് നോക്കും. ആ വാല്യൂ ആണ് അവിടുത്തെ ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റി. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റി ഉണ്ടെങ്കിൽ ഒരു എക്സ് വെലോസിറ്റി ഗ്രാഫിൽ അവിടെ നമുക്കൊരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതേമാതിരി ഷാർപ്പ് പോയിന്റ്സ് ഉള്ള സ്ഥലത്ത് നമുക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പോയിന്റ്സ് എക്സ് വെലോസിറ്റി ഗ്രാഫിലുണ്ടെങ്കിൽ അവിടെ നിന്നും ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ മുതൽ നമ്മൾ ചെറുതായിട്ട് കാൽക്കുലസ് ഒക്കെ പഠിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മാത്തമാറ്റിക്സിൽ പഠിക്കണ മാതിരി അത്ര ഡീറ്റെയിൽ പഠിക്കില്ല, അത് പക്ഷെ നിങ്ങൾ പിന്നെ പഠിക്കുള്ളൂ. പക്ഷെ അതൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ചെറിയ ഡോസ് നമ്മൾ ഇപ്പം ചെയ്യും. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഒരു ഡോസ് തന്ന മാതിരി കാൽക്കുലസിൻ്റെ ഒരു ചെറിയ ഡോസ് തരും. ഓക്കെ, ശരി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് ചെറുതായിട്ട് കാൽക്കുലസിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങാം.